ചപ്പാത്തിക്കും പുട്ടിനും അപ്പത്തിനും പറ്റിയ കടലക്കറിയാണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് തലേദിവസത്തെ കടല വെള്ളത്തിൽ കുതിരാനിട്ടിട്ടു. പിറ്റേ ദിവസം രാവിലെ കുക്കറെടുത്ത് ആ കുക്കറിലേക്ക് ഈ വെള്ളക്കടലയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ചു. കുക്കർ ഈ കറിയിൽ ഞാനൊരു കാര്യം ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഗ്രേവിക്ക് വേണ്ടിയാണ്. അത് പിന്നീട് പറയാം. ഇതിന് വേണ്ടി 2 സവാള എടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. 2 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് നീളത്തിന് ഒരു 2 വിസിൽ കേട്ടപ്പോൾ തന്നെ കടല വെന്ത് റെഡി. ഇതിന് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് അരിയും കൂടെ ഇടുകയാണ്. കാര്യം ഗ്രേവി നല്ല കൊഴുത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ. ഞാനൊരു കാര്യം ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇതാണ് അരിയാണ്. അത് നല്ല ഗ്രേവി കിട്ടും കുറച്ച് അരിയും കൂടെ ചേർത്താൽ. നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വറുക്കുക. ഈ വറുത്തെടുത്തതിനെ വേറൊരു പാത്രത്തിലേക്ക് തട്ടി വെക്കണം. അല്ലെങ്കിൽ അതിൽ കൂടെ ഇരുന്ന് വീണ്ടും കൂടുതൽ മൂത്ത് പോകും. അതുകൊണ്ട് അത് തട്ടി വെച്ച് അതിനെ തണുക്കാൻ അനുവദിക്കും. ചീനച്ചട്ടിയിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് എണ്ണ ചൂടാൻ ശേഷം കടുക് ഇടുക. കുറച്ച് കടുക് ഇട്ട് മുളകും ഇട്ടതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്കിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച മുളകും അതിലേക്കിടും. കുറച്ച് കറിവേപ്പിലയും അതിലേക്കിട്ട് അതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ അരയ്ക്കാൻ പാടാണ്. അതുകൊണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും അത് നന്നായിട്ട് അരച്ചെടുക്കണം.
ഈ വശയ്ക്ക ഉള്ളിയുടെ കൂട്ടത്തിൽ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് അതും നന്നായിട്ട് വശക്കുക. വശക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്തത്. ഉള്ളി വശക്കിയതിനെ മാറ്റി ആ പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കറി. പിന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഇതിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഇതിലേക്കിട്ട് അടുപ്പിലേക്ക് വെച്ച് വീണ്ടും അതിനെ തിളപ്പിച്ചെടുക്കുക. ഇവിടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ അത് ലൈക്കും ഷെയറും കമൻറ്റും സബും ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി.